ഈ ഇന്ത്യ മുന്നണിയിലെ 28 കക്ഷികളുടെ ഒരു കൺസോർഷ്യമാണ്. ഈ 28 പേർക്ക് യോജിക്കാവുന്ന ഒരു നേതാവ് പോലും യഥാർത്ഥത്തിൽ ഈ മുന്നണിയിൽ ഇല്ല എന്നുള്ളതാണ്. മമതാ ബാനർജി ലക്ഷ്യമിടുന്നത് രാഹുൽ ഗാന്ധി എങ്ങനെയാണെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നത് തടയുക എന്നൊരു ലക്ഷ്യം കൂടി ഇല്ലേ എന്നുള്ളതാണ്. കാരണം മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ബംഗാൾ തെരഞ്ഞെടുപ്പിലും മമതാ ബാനർജി വളരെ സീരിയസ് ആയി മറ്റു പല സംസ്ഥാനങ്ങളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്. മമതാ ബാനർജിക്ക് ഇത്തരത്തിലൊരു നാഷണൽ ലെവൽ ലീഡറായി മാറണമെന്ന് പറയുന്ന തീവ്രമായ ആഗ്രഹമുണ്ട്. പക്ഷെ പ്രധാനമന്ത്രി ആര് എന്നുള്ളതിനേക്കാൾ ഇത് കോൺഗ്രസിന്റെ ഒരു ദൗർബല്യമാണ് കാണിക്കുന്നത്. തിരിച്ചടി നേരിട്ടു. ആ തിരിച്ചടിക്ക് പകരം വലിയ രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരുന്നതെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. രാഹുൽ ഗാന്ധിയെ തന്നെ പ്രധാനമന്ത്രിയാക്കി ഉയർത്തി കാണിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്ന വലിയ കാര്യമുണ്ട്. BJPക്കെതിരെ അതിശക്തമായി നിൽക്കുന്നു പറയുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും മേൽക്കൈ നീട്ടുകയും ഇതിൽ ഭരണം കിട്ടാതിരിക്കുകയും ചെയ്ത ഇതിൽ നിന്ന് എത്ര കക്ഷികൾ പിന്നെ തിരിച്ച് BJPയുടെ കൂടെ പോകുന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, നോക്കണം. പിന്നെ ഖർഗെ എന്ന് പറഞ്ഞ് ഖർഗയ്ക്ക് എതിരെ തന്നെ BJP വലിയ രീതിയിൽ അഴിമതി ആരോപണമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഖർഗെ ഏതെങ്കിലും രീതിയിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ BJP എന്ത് ചെയ്യും? ഈ കാർഡ് ഇടും. ഖർഗെ 81 വയസ്സുള്ള ഒരാളാണ്. ഖർഗെ നോർമലി മല്ലികാർജുൻ ഖാർഗെക്ക് ഇവിടുത്തെ യുവജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ അർബൻ മിഡിൽ ക്ലാസ്സിനെ അട്രാക്ട് ചെയ്യാൻ കഴിയുമോ, യുവജനങ്ങളോട് കണക്ട് ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് വലിയ ചോദ്യമാണ്. ഇപ്പം നമ്മൾ പ്രായം മാത്രമല്ല പ്രശ്നം. പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് മോദിയാണ് നിൽക്കുന്നത്. വളരെ ഊർജ്ജസ്വലനായ കാര്യങ്ങളോട് തിരിച്ചടിക്കുന്ന ഒരു നേതാവാണെങ്കിൽ അത് അതിനോട് കിടപിടിക്കാവുന്ന ഒരു നേതാവല്ല മല്ലികാർജുൻ ഖാർഗെ. ഇവൻ രാഹുൽ പോലും അങ്ങനെയല്ല. ഈ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ കോൺഗ്രസ് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ദൗർബല്യം എവിടെയാണ് കിടക്കുന്നത് വെച്ചാൽ കോൺഗ്രസിലാണ്. ആ കോൺഗ്രസിന്റെ ദൗർബല്യം മാറ്റിയാൽ മാത്രമേ ഈ മുന്നണി നിലനിൽക്കൂ. BJPക്കെതിരെ ഒരു ദേശീയ ബദൽ എന്ന ആശയം ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും നിതീഷ് കുമാറാണ് ഈ ആശയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പോഴിതാ മമതാ ബാനർജി ഖർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായും നിതീഷ് കുമാറിന് അത് സഹിക്കാൻ പറ്റുന്നതല്ല. അദ്ദേഹം അതിൽ വലിയ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഏകദേശം എൻ്റെ ഒരു സംശയം, ഈ ഇന്ത്യ മുന്നണിയിലെ 28 കക്ഷികളുടെ ഒരു കൺസോർഷ്യമാണ്. ഈ 28 പേർക്ക് യോജിക്കാവുന്ന ഒരു നേതാവ് പോലും യഥാർത്ഥത്തിൽ ഈ മുന്നണിയിൽ ഇല്ല എന്നുള്ളതാണ്. പ്രധാനമായും മമതാ ബാനർജി ലക്ഷ്യമിടുന്നത് ഖർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള പ്രസ്താവന ഒരു കണക്കിന് നമുക്ക് സത്യസന്ധമായ ഒരു സമീപനമാണെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ മമതാ ബാനർജി ലക്ഷ്യമിടുന്നത് രാഹുൽ ഗാന്ധി എങ്ങനെയാണെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നത് തടയുക എന്നൊരു ലക്ഷ്യം കൂടി ഇല്ലേ എന്നുള്ളതാണ്. പ്രധാനമായും രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ടാണല്ലോ യഥാർത്ഥത്തിൽ കോൺഗ്രസ് മുന്നേറുന്നത്. ഖർഗെ എന്ന് പറയുന്നത് ഒരു വെറുതെ വെച്ച ഒരു സംഭവം മാത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായും ഈ ഖർഗയിൽ തട്ടി മുന്നണി തകരുമോ, അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഈ രാജേഷ് പറഞ്ഞ പോലെ ഇതിൽ ഇന്ത്യ മുന്നണി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതിൽ ആര് ലീഡറാകും, ആര് പ്രധാനമന്ത്രിയാകും എന്നുള്ളതാണ്. അതിന് നേരത്തെ എടുത്തിരുന്ന തീരുമാനം എന്താണ്? ആ തീരുമാനം എലക്ഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് അങ്ങനെ ഒരു ചർച്ചയിലേക്കും തീരുമാനത്തിലേക്കും പോകാമെന്നാണ്. പക്ഷെ പ്രധാനമന്ത്രി ആര് എന്നുള്ളതിനേക്കാൾ ഇത് കോൺഗ്രസിൻ്റെ ഒരു ദൗർബല്യമാണ് കാണിക്കുന്നത്. കാരണം കോൺഗ്രസ് ഈ കഴിഞ്ഞ 5 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി നേരിട്ടു. ആ തിരിച്ചടിക്ക് പകരം വലിയ രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരുന്നതെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. രാഹുൽ ഗാന്ധിയെ തന്നെ പ്രധാനമന്ത്രിയാക്കി ഉയർത്തി കാണിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്ന വലിയ കാര്യമുണ്ട്. അതിൽ മമതാ ബാനർജി ആരാണെന്നുള്ളത് കൂടി പറഞ്ഞു പോകണം. കാരണം മമതാ ബാനർജി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തീപ്പൊരി നേതാക്കളിൽ ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് മമതാ ബാനർജിക്ക് കൃത്യമായിട്ട് അറിയാം. മമതാ ബാനർജി മറ്റേ പ്രതിപക്ഷ നേതാക്കൾ, അതായത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രതിപക്ഷ ജയപ്രകാശ് നാരായണനൊക്കെ അവിടെ വരുമ്പോൾ കാറിന്റെ മുകളിൽ കയറി നൃത്തം കളിച്ചിട്ടുണ്ട് ആ പ്രതിഷേധിക്കാൻ. അപ്പോൾ ഗോ ബാക്ക് വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് മമതാ ബാനർജിക്ക് കൃത്യമായിട്ട് അറിയാം രാഹുൽ ഗാന്ധി ആരാണെന്ന്, അതുപോലെ ഖർഗെ ആരാണെന്നൊക്കെ അറിയാം. ഖർഗെ മുൻപിലേക്ക് വെക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു ഈസിലി റീപ്ലേസബിൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഖർഗയെ മുമ്പിലേക്ക് വെക്കാൻ മമതാ ബാനർജി തയ്യാറായിട്ടുള്ളത്. പിന്നെ രണ്ടാമതൊരു കാര്യം, രാഹുൽ ആകരുത് എന്ന് മമതാ ബാനർജിക്ക് താല്പര്യമുള്ളതുപോലെ തന്നെ നിതീഷ് കുമാറോ മറ്റേതെങ്കിലും പ്രാദേശിക പാർട്ടികളോ ആകരുത് എന്നൊരു താല്പര്യം കൂടി മമതാ ബാനർജിക്കുണ്ട്. കാരണം മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ബംഗാൾ തെരഞ്ഞെടുപ്പിലും മമതാ ബാനർജി വളരെ സീരിയസ് ആയി
മറ്റു പല സംസ്ഥാനങ്ങളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്. രാജേഷ് അറിയേണ്ടത് ഇപ്പോൾ കേരളത്തിൽ പോലും അവർക്ക് ഘടകങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അവർ വലിയ ഫണ്ട് ചെയ്തിട്ടാണ് ആ ഘടകങ്ങൾ രൂപീകരിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രശാന്ത് കിഷോർ അവർക്ക് വേണ്ടി മറ്റു പല സംസ്ഥാനങ്ങളിലും പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചില MLA-മാരെ ചാക്കിടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം മമതാ ബാനർജിക്ക് ഇത്തരത്തിലൊരു നാഷണൽ ലെവൽ ലീഡറായി മാറണമെന്ന് പറയുന്ന തീവ്രമായ ആഗ്രഹമുണ്ട്. അവർക്കത് സാധിക്കുമെന്ന് അവർ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈസിലി റീപ്ലേസബിൾ ആയിട്ടുള്ള ഒരാളായി ഖർഗയെ മാറ്റാം എന്ന് വിചാരിക്കുന്നതുകൊണ്ടുകൂടിയാണ് ഖർഗെ എന്ന് പറയുന്ന മല്ലികാർജ്ജുൻ ഖർഗെ വെച്ചിട്ടുള്ളത്. കാരണം മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷത്തെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ലോക്കൽ രാഷ്ട്രീയ നേതാവായാൽ അത് മമത കൂടി വലിയ തിരിച്ചടിയായിരിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ മുന്നണി ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ചെറിയ ക്ഷീണമുണ്ടാക്കുമെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ ഓരോ സ്റ്റേറ്റിലും BJPയെ നേരിടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ഓരോ സ്റ്റേറ്റിലും BJPയെ മറികടക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്താൽ തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും. പക്ഷെ അപ്പോഴും അവർ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു നാഷണൽ പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ നമ്മളിപ്പോൾ മധ്യപ്രദേശ് എടുത്തു നോക്കിയാൽ, കർണാടക എടുത്തു നോക്കിയാൽ, ഇവിടെയൊക്കെ തന്നെ കർണാടകയിൽ കഴിഞ്ഞ തവണ നമുക്കറിയാം BJP ആണ് ജയിച്ചത്. പക്ഷേ BJP ജയിക്കുമ്പോൾ പോലും രാജേഷ് അറിയേണ്ടത് അവിടെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കൂടുതലുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനായിരുന്നു. പക്ഷെ എന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ BJPക്ക് അറൗണ്ട് ഈ പറയുന്ന മധ്യപ്രദേശ്, കർണാടക ഇതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം ഏതാണ്ടൊരു 5% അല്ലെങ്കിൽ 10%, 12% വരെയുള്ള വ്യത്യാസമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യ ഭരിക്കാൻ BJP ആണ് നല്ലത് എന്ന് പറയുന്നൊരു തോന്നലുണ്ട്. ആ തോന്നലിനെ മറികടക്കാൻ ഒരു നേതാവുള്ളത് നല്ലതാണ്. പക്ഷെ അത് ഖർഗെ വെക്കുമ്പോൾ ചില ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ആ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖർഗയുടെ ഒരു സ്റ്റാറ്റസ് ആണ്. അതായത് ഒരു ദളിത് എന്നായിട്ടുള്ള ഒരാൾ മുമ്പിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ അതുപോലും ഞാൻ പറയുന്നത് റിലേറ്റീവാണ്. ഇപ്പം ദളിതാണ് അല്ലെങ്കിൽ ഒരു ജാതി സെൻസസ് ആണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാണിക്കാനും OBCയുടെയും SC/ST ട്രൈബൽ വിഭാഗങ്ങളിലേക്ക് വോട്ട് സമാഹരിക്കാനും കോൺഗ്രസിന് കഴിഞ്ഞാൽ മാത്രമേ ഇതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കാണുന്നത് ഖർഗയ്ക്കുള്ള കുഴപ്പം, ഖർഗെ 81 വയസ്സുള്ള ഒരാളാണ്. ഖർഗെ നോർമലി മല്ലികാർജ്ജുൻ ഖർഗെക്ക് ഇവിടുത്തെ യുവജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ അർബൻ മിഡിൽ ക്ലാസ്സിനെ അട്രാക്ട് ചെയ്യാൻ കഴിയുമോ, യുവജനങ്ങളോട് കണക്ട് ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് വലിയ ചോദ്യമാണ്. ഇപ്പം നമ്മൾ പ്രായം മാത്രമല്ല പ്രശ്നം. പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് മോദിയാണ് നിൽക്കുന്നത്. വളരെ ഊർജ്ജസ്വലനായ കാര്യങ്ങളോട് തിരിച്ചടിക്കുന്ന ഒരു നേതാവാണെങ്കിൽ അത് അതിനോട് കിടപിടിക്കാവുന്ന ഒരു നേതാവല്ല മല്ലികാർജ്ജുൻ ഖാർഗെ. ഇവൻ രാഹുൽ പോലും അങ്ങനെയല്ല. അപ്പം അതേസമയം ഞാൻ പറയുന്നത് ഇപ്പോൾ ശശി തരൂർ ആയിരുന്നെങ്കിൽ ഈ കണക്കെല്ലാം റെഡിയായിരുന്നു. അതായത് ഒരു അർബൻ മിഡിൽ ക്ലാസ്സിനോടും ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിനോടും അല്ലെങ്കിൽ ഒരു യൂത്തിനോടുമൊക്കെ വളരെ കൃത്യമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ഇവർ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ഖർഗെ വെക്കുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം ഉള്ളതുകൊണ്ട് ഈ പറയുന്ന OBC, ജാതി സെൻസസ്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ 5 സംസ്ഥാനങ്ങളിൽ വോട്ടാക്കി മാറ്റാനോ ചർച്ചയാക്കാനോ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് മെച്ചമുണ്ടാവില്ലെന്നാണ്. പക്ഷെ കോൺഗ്രസും ഇതിന് സമ്മതം മൂളിയിട്ടില്ല. കാരണം ഖർഗെ തന്നെ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നിട്ട് ആലോചിക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു സംഭവം, ഇപ്പോൾ മമതാ ബാനർജി ദേശീയ തലത്തിൽ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം നമുക്കറിയാം ഈ BJP പശ്ചിമ ബംഗാളിൽ ആധിപത്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ഈ ശ്രമങ്ങളെല്ലാം ശക്തമായി എതിർത്തുകൊണ്ട് അവിടെ തുടർഭരണം നിലനിർത്തുകയും ചെയ്ത ഒരു നേതാവ് എന്നുള്ള രീതിയിൽ മമതാ ബാനർജിക്ക് വലിയ പ്രാധാന്യമുണ്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പം മമതാ ബാനർജി കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. കോൺഗ്രസുമായും CPM-ഉമായും തൃണമൂൽ കോൺഗ്രസിന് സഖ്യമാവാം എന്ന് പറഞ്ഞു. അപ്പം ഇത്രയും കാലം കോൺഗ്രസിനും അതുപോലെ തന്നെ CPM-നും മമതാ ബാനർജിയുമായി യോജിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഇന്ത്യ മുന്നണിയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ അവർ പറയുന്നത് യോജിക്കാമെന്നാണ്. പക്ഷേ CPM അതിൻ്റെ അപകടമണത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം തന്നെ CPM ഇന്ത്യ മുന്നണിയിൽ വീണ്ടും ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ അവർ കൃത്യമായി ഇതിൻ്റെ കൂടെ യോജിച്ചു പോകാൻ തയ്യാറല്ല എന്നുള്ളൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സന്ദേശം നൽകുന്നത്? പശ്ചിമ ബംഗാളിൽ ഇന്നല്ലെങ്കിൽ നാളെ മമതാ ബാനർജിയെയും ഒപ്പം BJPയെയും എതിർത്തുകൊണ്ട് അവർക്ക് അവിടെ അധികാരത്തിൽ വരാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു ഒരു ബോധം അവരിലുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ RSSുമായി സന്ധി ചെയ്യുന്നു എന്ന് ആരോപിക്കുന്ന പാർട്ടിയാണ് CPM. അപ്പോൾ CPM-ന് യഥാർത്ഥത്തിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തെ ദേശീയ തലത്തിൽ മമതാ ബാനർജി ഏതെങ്കിലും രീതിയിൽ ശക്തിപ്പെടുത്തുന്നതിന് താല്പര്യമില്ല എന്നുള്ളതാണ് ഒന്ന്. അരവിന്ദ് കെജ്രിവാളിനെ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നില്ല, കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. ഈ ആം ആദ്മി പാർട്ടിയെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ BSPയെ കൂട്ടിയാൽ SP ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് UP-യിൽ. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ യോജിക്കാൻ പറ്റും? ഇപ്പോൾ നോക്കൂ, നമുക്ക് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ വേണ്ടി CPM-ന് പറ്റുമോ? CPIക്ക് പറ്റുമോ? RSPക്ക് കൂടെ ഉള്ളത് കൊണ്ട് RSPക്ക് അത് പറ്റും.
പക്ഷേ RSP ശക്തരല്ല, കേരളത്തിൽ വളരെ ദുർബലമായ ഒരു പാർട്ടിയാണ്. അവർക്കൊരു MP ഉണ്ട് എന്നതുകൊണ്ട് മാത്രം കേരളത്തിൽ ശക്തരമായ പാർട്ടിയല്ല അവർ. പിന്നെ ഉള്ളത് ആരാണ്? നമ്മുടെ ഫോർവേഡ് ബ്ലോക്കാണ്. ഫോർവേഡ് ബ്ലോക്കിനും കേരളത്തിൽ യാതൊരു പ്രസക്തിയില്ല. പക്ഷേ ഫോർവേഡ് ബ്ലോക്ക് പശ്ചിമ ബംഗാളിൽ ചിലപ്പോൾ മമതാ ബാനർജി അതിശക്തമായി എതിർക്കുകയാണ്. അപ്പോൾ അവിടെയും അത്തരത്തിലുള്ള ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ടാവില്ല. അപ്പോൾ ഈ 28 കക്ഷികളും ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ നടക്കാത്തൊരു സ്വപ്നമാണ്. പിന്നെ BJPക്കെതിരെ അതിശക്തമായി നിൽക്കുമെന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും മേൽക്കൈ നീട്ടുകയും ഇതിൽ ഭരണം കിട്ടാതിരിക്കുകയും ചെയ്ത ഇതിൽ നിന്ന് എത്ര കക്ഷികൾ പിന്നെ തിരിച്ച് BJPയുടെ കൂടെ പോകുന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീർത്തും ദൃഢമല്ലാത്ത അല്ലെങ്കിൽ ഒരു സംഘടനാ സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത ഒരു മുന്നണിക്ക് എങ്ങനെയാണ് BJPക്ക് ബദലാവാനും ഇന്ത്യയിൽ ഭരണം പിടിക്കാനും പറ്റുമെന്ന് നോക്കണം. പിന്നെ ഖർഗെ എന്ന് പറഞ്ഞ് ഖർഗയ്ക്ക് എതിരെ തന്നെ BJP വലിയ രീതിയിൽ അഴിമതി ആരോപണമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഖർഗെ ഏതെങ്കിലും രീതിയിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ BJP എന്ത് ചെയ്യും? ഈ കാർഡ് ഇടും. പിന്നെ ഇത്തരം എല്ലാ കാർഡുകളും ഇറക്കിക്കൊണ്ട് എങ്ങനെ ഭരണം നിലനിർത്തണമെന്നതിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒട്ടനവധി നേതാക്കളുള്ള പാർട്ടിയാണ് BJP എന്നുകൊണ്ട് നമ്മൾ കാണണം. അപ്പം യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് പ്രസക്തി കുറയുകയല്ലേ ചെയ്യുന്നതാണ് എൻ്റെ ഒരു ചോദ്യം. അല്ല രാജേഷ്, ഇത് 2024 എനിക്കത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ളത്. 2024 ഇന്ത്യ മുന്നണി ഭരണം പിടിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. BJP വളരെ സിമ്പിളായി ജയിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിനു മുമ്പ് 6 മാസം മുമ്പൊക്കെ ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം BJP ശക്തി പ്രാപിക്കുകയും ഇവിടെ ഒരു പ്രതിപക്ഷം ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് ഞാൻ പറയുക. രാജേഷ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ബംഗാളിൽ മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു നേതാവിനെ തോൽപ്പിക്കാൻ പഠിച്ച പണി 18 പയറ്റിയിട്ടും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വളരെ കൃത്യമായി ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അമിത്ഷാ പറഞ്ഞത് ഞങ്ങൾ അവിടെ അധികാരത്തിലെത്തും എന്നാണ്. അന്ന് മമതാ ബാനർജിയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായി വർക്ക് കൊണ്ടുവന്ന പ്രശാന്ത് കിഷോർ വളരെ കൃത്യമായി പറഞ്ഞത് നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ സീറ്റ് കിട്ടും നിങ്ങൾ പറയുന്നതാണ്. നിങ്ങൾ അതായത് അന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞൊരു കൗണ്ട് ഉണ്ട്. അതായത് നിങ്ങൾ ഭരണമൊന്നും പിടിക്കണ്ട, നിങ്ങൾ 60 സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പണി നിർത്തി പോകുന്നു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്ര കോൺഫിഡൻ്റായി പറയാൻ കഴിയുന്ന കാര്യം അയാൾ ഓരോ ജില്ലകളും എടുത്ത് വെച്ച് പറഞ്ഞു ഇതിൽ എവിടെ നിന്ന് സീറ്റ് കിട്ടും, കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഇത്രയാണ് കിട്ടിയത്, നിങ്ങൾ എത്രയും ഉയരുമെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചാൽ അമിത്ഷായെ വെല്ലുവിളിച്ചു. പ്രശാന്ത് കിഷോർ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ളൊരു ഔട്ട്സ്പോക്കണായി നേരെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾക്കൊന്നും പോകാത്ത ഒരാളാണ്. പക്ഷേ അത്ര കോൺഫിഡൻ്റായി അദ്ദേഹം എന്തുകൊണ്ട് വെല്ലുവിളിച്ചു എന്ന് വെച്ചാൽ അവിടെ ജയിക്കില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ BJP മെച്ചപ്പെടുമെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാമെങ്കിൽ പോലും ജയിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇനി ബംഗാളിലൊക്കെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് പറ്റിയിലേക്ക് പോകും. പക്ഷേ സാധാരണ ബംഗാളിൽ ഇപ്പോൾ നമ്മൾ ത്രിപുരയിൽ സംഭവിച്ച പോലെയല്ല ബംഗാളിൽ CPMന് താഴേക്ക് പോയി തകർന്നില്ലാതായി പോയെങ്കിലും പിന്നെയും ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മദ് സലീമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ ലോക്കൽ ബോഡീസിലേക്ക് കിടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ശതമാനം കൂട്ടാനും ചില ആളുകളെ ജയിപ്പിച്ചെടുക്കാനും ഒക്കെ വളരെ താഴെത്തട്ടിലുള്ള ആളുകളൊക്കെ ജയിപ്പിച്ചെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് അവർക്ക് അവിടെ ഹോപ്പുണ്ടെന്ന്. രണ്ടാമത്തത്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിൽ ഒന്നാവുക അല്ലെങ്കിൽ ബംഗാളിൽ ഒന്നാവുക എന്നൊന്നും നടക്കാത്ത കാര്യമാണ്. പക്ഷേ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ ഓരോ സ്ഥലങ്ങളിലും അവരവർക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവർ നന്നായി ഫൈറ്റ് ചെയ്യുക, അവർ BJP തോൽപ്പിക്കുക. ആ BJP തോൽപ്പിക്കുന്നതുകൊണ്ട് അവരുടെ ലോക്സഭ MP സ്ഥാനം കൂട്ടുക. അങ്ങനെ കൂട്ടി വരുന്ന ആളുകളിൽ തീർച്ചയായിട്ടും തമ്മിൽ മത്സരിക്കേണ്ടത് സൗഹാർദ്ദ മത്സരമാകാം. അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഉത്തർപ്രദേശിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPMനോ CPIക്കോ അല്ലെങ്കിൽ വേണമെങ്കിൽ കോൺഗ്രസിനോട് യോജിക്കാവുന്ന മേഖലകളുണ്ട്. കാരണം കോൺഗ്രസ് അവിടെ വളരെ ദുർബലമാണ്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യോജിക്കുക എന്ന് പറയുന്ന കാര്യമുണ്ട്. പിന്നെ രാജേഷ് പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് ഭയങ്കരമാണ്. ഇപ്പം അജയ് മാക്കൻ എന്ന് പറയുന്ന ഡൽഹിയിലെ കോൺഗ്രസ് നേതാവ് ഒരു കാരണവശാലും കേജ്രിവാളിനെ അംഗീകരിക്കില്ല. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ, പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ കോൺഗ്രസ് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായത്. പക്ഷേ ഇതിൻ്റെ എല്ലാം അണ്ടർലൈൻ ചെയ്യുന്നൊരു കാര്യം ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് ഒരു മുന്നണിക്ക് സാധ്യതയുണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പം തന്നെ ഈ മുന്നണി പൊതുവിൽ ഒരുമിച്ചൊരു യോഗം കൂടാൻ പോലും പറ്റാത്തൊരു മുന്നണിയാണ്. പക്ഷെ എന്തുകൊണ്ട് അവർ യോഗം കൂടുന്നു എന്ന് വിചാരിച്ചാൽ BJP ഇതുപോലെ തന്നെ അങ്ങോട്ട് വിട്ടാൽ BJP ഒരുപക്ഷെ രാജീവ് ഗാന്ധി നേടിയിട്ടുള്ള 74% അല്ലെങ്കിൽ 75% വരുന്ന പണ്ട് നെഹ്റുവൊക്കെ ഇരുന്ന അതേ ലെവലിലേക്ക് വേണമെങ്കിൽ BJP എത്തുമെന്നും അങ്ങനെ എത്തിയാൽ ഒരു സ്റ്റേറ്റിലും ഞങ്ങൾക്ക് അധികാരം കിട്ടില്ലെന്നും ഞങ്ങളുടെ ലോക്കൽ പാർട്ടികൾ പോലും ഇല്ലാതായി പോകുമെന്ന് പറയുന്ന കാര്യമുണ്ട്. ഇപ്പം ഈ രാജേഷ് ചന്ദ്രശേഖർ റാവു BJPയോട് തെലങ്കാനയിൽ വളരെ ഒരു സൗമനസ്യത്തിലുള്ള സമീപനം സ്വീകരിച്ച ഒരാളാണ്. പക്ഷെ പിന്നീട് BJP എതിർക്കേണ്ടി വന്നു. എന്തുകൊണ്ട് എതിർക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ കാരണം BJPയോടെ ശക്തി പ്രാപിക്കുകയാണ്. അതായത് ഞാൻ രാജേഷിനോട് സൗഹൃദമായിട്ട് നിൽക്കുമ്പോൾ രാജേഷ് എൻ്റെ സാമ്രാജ്യവും കൂടി അറിയാതെ കീഴ്പ്പെടുത്തുകയാണ് എന്ന തോന്നൽ ഇപ്പം DMK കൊണ്ട് അത് ഇപ്പം DMK ഇതിനെന്ത് സംഭവിക്കുന്നത്,
തമിഴ്നാട്ടിൽ ഒന്നുമല്ലാത്ത BJP പോലും അവിടെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJPക്കെതിരെ രൂക്ഷമായിട്ടുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണങ്ങൾ കെട്ടഴിച്ചുവിടുകയാണ്. അപ്പൊ അങ്ങനെ വിടുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു വലിയ ഇതുണ്ട്. കാരണം അവരുടെ നിലനിൽപ്പിന് BJP എതിർത്തേ പറ്റൂ, അല്ലെങ്കിൽ ഭരണത്തിൽ വലിയ സ്വാധീനം നേടിയേ പറ്റൂ എന്ന് പറഞ്ഞ ഒരു കാര്യം അണ്ടർലൈനിങ് ആയി കിടക്കുന്നത് കൊണ്ടാണ് നിതീഷ് കുമാറും മമതാ ബാനർജിയും അല്ലെങ്കിൽ DMKയുടെ സ്റ്റാലിനും ഒന്നും ഇഷ്ടമില്ലെങ്കിൽ പോലും അതായത് എന്ത് ചെയ്യുന്നത് കൈകോർക്കുന്നത്. അപ്പൊ നമ്മുടെ പൊളിറ്റിക്സിൽ എപ്പോഴുള്ള ഒരു കാര്യം എന്താ, ഒരു തമ്മിൽ മിണ്ടില്ല എന്നും ശത്രുവാണെന്നും ഇവൻ ശരിക്കും പറഞ്ഞാൽ ഇവൻ മരിച്ചു പോകണമെന്നൊക്കെ വിചാരിക്കാവുന്ന തരത്തിലുള്ള ശത്രുതകളുള്ളപ്പോൾ പോലും, അതായത് അതിരൂക്ഷമായ ചില ആരോപണങ്ങളൊക്കെ നേരിട്ട ആളുകൾ പോലും പിന്നീട് ഒന്നിക്കുന്നത് കണ്ടുണ്ട്. കാരണം എന്താ, ഒരു കോമൺ ഇവരുടെ എക്സിസ്റ്റൻസിന്റെ പ്രശ്നമാണ്. അങ്ങനെ എക്സിസ്റ്റൻസിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടിട്ട് ഇതിൽ ഈ മുന്നണികൾ ഒന്നിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്. രണ്ടാമത് തീർച്ചയായിട്ടും ഞാൻ പറയാം, BJPക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം വേണമെങ്കിൽ, ലോക്സഭയിൽ ഭൂരിപക്ഷം വേണമെങ്കിൽ ഇതിലുള്ള ആളുകളെ പർച്ചേസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകളെ അപ്പുറത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല. കാരണം അങ്ങനെ ലോയലായിട്ടുള്ള ആളുകളൊന്നും ഈ സഖ്യത്തിൽ ഒരാൾ പോലും ഇല്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ പ്രശ്നം, അടിസ്ഥാന പ്രശ്നം എന്താ വെച്ചാൽ, ഏതൊരു മുന്നണിയും നിലനിൽക്കണമെങ്കിൽ, ഇപ്പം നമ്മൾ CPM-നെ കുറ്റം പറയും, നമ്മൾ കോൺഗ്രസിനെ കുറ്റം പറയും, നമ്മൾ മുസ്ലിം ലീഗിനെ കുറ്റം പറയും. പക്ഷെ പലപ്പോഴും ആ CPM അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്, അത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നതുകൊണ്ടാണ് ബാക്കിയുള്ള ആളുകൾ അവർക്ക് വഴിപ്പെടുന്നത്. അല്ലാതെ ഈക്വൽ സ്റ്റാറ്റസിലുള്ള ഒരു മുന്നണിയും കേരളത്തിലോ ലോകത്തെവിടെയും ഉണ്ടായിട്ടില്ല. അപ്പൊ ഉണ്ടാവുന്നത് ഒരു ലീഡർഷിപ്പ് ഉണ്ടാണ്. ആ ലീഡർ ദുർബലരാകുന്നതിനനുസരിച്ച് എല്ലാവരും തലപൊക്കി തുടങ്ങും. ഇപ്പൊ നമ്മൾ UDF-ൽ കാണുന്നത് എന്താണ്, UDF-ൽ ഏറ്റവും അപ്രമാദിത്വമുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുസ്ലിം ലീഗാണ്. നേരത്തെ അത് കഴിഞ്ഞാൽ ആരായിരുന്നു എന്ന് വെച്ചാൽ KM മാണിയാണ്. എന്തുകൊണ്ടാണ്, കോൺഗ്രസിന് ഒറ്റക്ക് ഭരിക്കാൻ കഴിയാവുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ, K. Karunakaran ഉണ്ടായിരുന്നപ്പോൾ മുന്നണി എന്ന് പറയുന്നത് K. Karunakaran നേതാവ്, മറ്റാരും നേതാക്കളല്ല. മുസ്ലിം ലീഗിന് പോലും ഇത്ര വലിയ അപ്രഭാവിത്വം ഉണ്ടായില്ല. അപ്പൊ ആ സ്ഥലത്ത് നിന്നും നമ്മൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ലീഡറുടെ ദൗർബല്യമാണ്. ആ ലീഡറുടെ ദൗർബല്യം എല്ലായിടത്തോളം കാലം നിലനിൽക്കും. അതിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതാണ്ട് ഒരു 1.5 കൊല്ലത്തെ സമയം കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാനും, ഏറ്റവും ആദ്യത്തെ ഇന്ത്യ മുന്നണിയുടെ യോഗം കൂടിയപ്പോൾ മുതൽ ഇതിന് വളരെ കാര്യമായ തരത്തിൽ നിലപാടുകൾ എടുക്കാനും കോൺഗ്രസിന് കഴിയുമായിരുന്നു. കോൺഗ്രസ് അത് ചെയ്തില്ല. കോൺഗ്രസ് ചെയ്യാത്തതിൻ്റെ ഏറ്റവും വലിയ പെർഫെക്റ്റ് എക്സാമ്പിൾ ഭോപ്പാലിൽ പ്രഖ്യാപിച്ച റാലി, പിന്നീട് കമൽനാഥ്, അതായത് കോൺഗ്രസ് കോർഡിനേഷൻ കമ്മിറ്റി കൂടി പ്രഖ്യാപിച്ച റാലി കമൽനാഥ് വീറ്റോ ചെയ്ത് എന്ത് ചെയ്യുന്നതാണ്, അതായത് നമ്മൾ ഐക്യരാഷ്ട്രസഭയിലൊക്കെ കാണുന്ന പോലെ വീറ്റോ ചെയ്ത് ഒഴിവാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ദൗർബല്യം എവിടെയാണ് കിടക്കുന്നത് വെച്ചാൽ കോൺഗ്രസിലാണ്. ആ കോൺഗ്രസിൻ്റെ ദൗർബല്യം മാറ്റിയാൽ മാത്രമേ ഈ മുന്നണി നിലനിൽക്കൂ. പക്ഷെ എൻ്റെ വിശ്വാസം 2024 ശേഷമുള്ള വീണ്ടുമുള്ള 5 കൊല്ലങ്ങളിൽ, ചിലപ്പോൾ 2029 ഇത്തരത്തിലുള്ള ഒരു ഫോർമേഷൻ ഉണ്ടാവും, മുന്നണി ഫോർമേഷൻ ഉണ്ടാവും. കാരണം ഒരു കാര്യം കൂടി പറയാം, സ്റ്റേറ്റ് ഇലക്ഷനുകളിൽ സാധാരണ BJPയോട് എതിരിടാൻ മറ്റു പാർട്ടികൾക്ക് ആദ്യം കഴിഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്, തെലങ്കാനയിൽ, അതുപോലെ മധ്യപ്രദേശിൽ, പിന്നീട് കർണാടകത്തിൽ, പശ്ചിമ ബംഗാളിൽ, തമിഴ്നാട്ടിൽ എല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ BJPയോട് കെട്ടപിടിക്കാവുന്ന അല്ലെങ്കിൽ അതേ തന്ത്രങ്ങളുള്ള, അത്രയും പണമൊഴുക്കി കൃത്യമായി പ്രചരണം നടത്തുന്ന ആളുകൾ നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ തന്ത്രം അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാത്തൊരേ ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇന്ത്യ മുന്നണി കാണുന്നത്. രതീഷ്, നമ്മൾ ഇത് പരിശോധിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ചുകൂടി ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ NCP നേതാവായിരുന്ന ശരത് പവാർ ആയിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ BJP വിരുദ്ധ മുന്നണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് BJPക്കെതിരെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിട്ടിറങ്ങിയിരുന്ന ആൾ. യഥാർത്ഥത്തിൽ ഇടക്കാലത്തൊക്കെ ഈ നമുക്കറിയാം, ശരത് പവാറിൻ്റെ കൈകളിലേക്ക് ഈ BJP വിരുദ്ധ ശക്തികളെല്ലാം ഒന്നിക്കുകയും അതിൻ്റെ നേതൃത്വം അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് വരികയും അദ്ദേഹം തന്നെ യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് നാം കാണുന്നത് ശരത് പവാർ ദുർബലനാവുന്നതാണ്. പ്രത്യേകിച്ച് ശരത് പവാറിൻ്റെ പാർട്ടിയായ NCPയിൽ വലിയൊരു പിളർപ്പുണ്ടാവുകയും അവരുടെ ഒരു വിഭാഗം BJPയുമായി സഖ്യത്തിൽ ഏർപ്പെടുകയും മഹാരാഷ്ട്രയിൽ അവർ ഭരണം തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഇത് നമ്മൾ കാണേണ്ടത് വലിയൊരു BJP ആരാണോ ശക്തിപ്പെടുന്നത് അവരെ കീഴ്പ്പെടുത്തുകയോ, അല്ലെങ്കിൽ നമുക്കറിയാം ശിവസേന ഒറ്റക്കെട്ടായി മഹാരാഷ്ട്രയിൽ അതിശക്തമായി മുന്നേറിയുന്ന ഒരു പാർട്ടിയാണ്. അവർ BJP സഖ്യത്തിലേക്കുകയും ഭരണത്തിൽ പങ്കാളിയൊക്കെ ചെയ്തതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ മഹാരാഷ്ട്ര ഇലക്ഷനിൽ അവർക്ക് അപ്രമാദിത്വം കിട്ടില്ല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഉദ്ധവ് താക്കറയുടെ നേതൃത്വത്തിൽ ഈ കോൺഗ്രസുമായും NCPയായും ചേർന്നുകൊണ്ട് ഒരു ഭരണം ഉണ്ടാക്കി. പക്ഷെ ആ ഭരണത്തിൽ അധികാരം മുന്നോട്ട് പോകാൻ പറ്റിയില്ല. NCPയെ പിളർത്തി, ഉദ്ധവ് താക്കറയുടെ ശിവസേനയെ പിളർത്തി,
എല്ലാവരെയും പുലർത്തിക്കൊണ്ട് അവർ മഹാരാഷ്ട്രയിൽ ഭരണം തിരിച്ചുപിടിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താണ്? അക്കാലം അത്രയും ശക്തരായിരുന്ന NCP ദുർബലരാകുന്നു, ഉദ്ധവ് താക്കറെ ദുർബലരാകുന്നു. ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വിഭജിക്കുക എന്ന, ഭിന്നിപ്പിക്കുക എന്ന തന്ത്രം BJP ഇനിയും പയറ്റാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ ഒരു ചോദ്യം. അല്ല, അവിടെ രാജേഷ് പറഞ്ഞ കാര്യം കറക്റ്റാണ്. അതായത് നമ്മൾ അതിൽ കാണേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ ജുനേഷ് ചോദിച്ചു തന്നായി, കാരണം ഇത് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താം. നമ്മളെങ്ങനെയാണ് ഇപ്പം ഏറ്റവും ആദ്യം നമുക്ക് ശരത് പവാറിൻ്റെ കേസ് എടുക്കാം. ശരത് പവാർ എപ്പോഴാണ് ദുർബലനായെന്ന് ചോദിച്ചാൽ, ശരത് പവാറിന് അസുഖം വരികയും മുഖത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം ശരത് പവാറിൻ്റെ ഒരു സാധാരണയുള്ള പിടിയിൽ നിന്ന് NCP വിടുകയും ഒക്കെ ചെയ്തൊരു കാലത്ത് അദ്ദേഹം സുപ്രിയ സുലേനെ സ്വന്തം മകളെ എന്ത് ചെയ്യുന്നു, ആ രീതിയിലേക്ക് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ പല പ്രതിഷ്ഠകളും ഉണ്ടായപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ ലീഡർ എന്ന് പറയുന്ന അതിപ്രഗത്ഭനായിട്ടുള്ള വളരെ വലിയ രാഷ്ട്രീയ നേതാവായ ശരത് പവാർ ദൗർബല്യമുണ്ടായപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ പറയുന്ന എല്ലാം സംഭവിക്കുന്നതും അവിടെ പിടിവിടുന്നു. രാജേഷ്, ഇത് തന്നെയാണ് ശിവസേനയുടെ കേസ് സംഭവിച്ചത്. ശിവസേന എന്താണ്, ഒരു സാധാരണ പത്രപ്രവർത്തകനായിരുന്ന, പിന്നീട് വെറുതെ ഒരു, ഞാനിപ്പോൾ ചരിത്രം മൊത്തം പറയുന്നില്ല, ഒരു അമ്പലത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് മാത്രം നേതാവാകുന്ന, പിന്നീട് ബോംബെയിൽ നിന്ന് മറ്റുള്ളവരെല്ലാം വിട്ടുപോകണം, ജോലി കിട്ടില്ല എന്ന് പറയുന്ന മണ്ണിന്റെ മക്കൾ വാദം ഉയർത്തിയ അതിതീവ്രമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ബാൽ താക്കറെ ഉണ്ടായപ്പോൾ ഇത് സാധിച്ചില്ല. ബാൽ താക്കറയുടെ കൈകളിൽ നിന്നും ഉദ്ധവ് താക്കറയുടെ കൈകളിലേക്ക് ഇത് പോയപ്പോൾ ആ ദൗർബല്യം മുതലാക്കിക്കൊണ്ട് BJP തീർച്ചയായിട്ടും അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. BJP എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ ഏത് വിധത്തിലും ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർ പല സാമന്താനം, ഭേദം, ദണ്ഡം എന്ന് പറയുന്ന പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്, EDA പോലും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കാത്ത പാർട്ടികൾ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്? ഒന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അകത്ത് നിന്ന് ഒരാളെ പോലും വലിക്കാൻ അവർക്ക് സാധിച്ചില്ല. മനീഷ് സിസോദിയനെ ജയിലിലിട്ടെങ്കിലും ആ പാർട്ടി തകർക്കാൻ സാധിച്ചില്ല. രണ്ടാമത്തത്, പഞ്ചാബിൽ അവർ ഭരണം പിടിക്കുകയാണ് ചെയ്തത്. ഗുജറാത്തിൽ അവരിപ്പോൾ വോട്ട് ഷെയർ ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മമതാ ബാനർജിയുടെ കാര്യമെടുത്താൽ കോൺഗ്രസിനോടും CPM-നോടും അതുപോലെ BJP-യോടും, BJP-യുടെ എതിരെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എതിരല്ല. മമതാ ബാനർജിയെ പോലെ ശരിക്കും ജംഗിൾ രാജ് നടപ്പിലാക്കുന്നു എന്ന് പറയുന്ന ഒരു നേതാവ് വന്നിറങ്ങുമ്പോൾ നൂറുകണക്കിന് ആളുകൾ ഇരുന്ന് ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് അവരെ അവഹേളിച്ചു ഓടിക്കുന്ന അവസ്ഥയുണ്ട്. അവിടെ നിന്നിട്ട് പോലും BJP-ക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് DMK-യുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്താ, DMK പിളർത്താൻ അവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ രാജേഷേ, BJP ചെയ്യുന്ന അതേ തന്ത്രങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനും രാജേഷും കൂടി ചെസ് കളിക്കുന്നു. ഞാനൊരു 2 തവണ 5 തവണ 10 തവണ 100 തവണ തോറ്റാൽ പിന്നെ ഞാൻ രാജേഷിന്റെ എല്ലാ തന്ത്രങ്ങളും എനിക്കറിയാൻ കഴിയുകയും എന്നെ പെട്ടെന്ന് തോൽപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തുകയും ചെയ്യും. മനസ്സിലായോ? അതേ ലെവലിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പഴയ പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എളുപ്പമല്ല. എളുപ്പമാകുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ആകുന്ന കാര്യം നേരത്തെ പറഞ്ഞ പോലെ ബാൽ താക്കറെ പോലെ അല്ലെങ്കിൽ മമതാ ബാനർജിയെ പോലെ ശരത് പവാറിനെ പോലെയുള്ള ഒരു നേതാവില്ലാത്തതാണ്, ലീഡർഷിപ്പ് ഇല്ലാത്തതാണ്.